അവസാന പന്ത് വരെ നീണ്ടുനിന്ന ആവേശ പോരാട്ടത്തിനൊടുവിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ IPL കപ്പ് അടിച്ചത്. നമ്മളെല്ലാവരും ആ ഒരു ഫൈനല് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടതാണ്. ഏതാണ്ട് 3.2 കോടി ജനങ്ങളാണ് അന്നത്തെ ആ ഒരു IPL മത്സരം കണ്ടത്. ഒരു സ്പോർട്ടിംഗ് ഇവന്റിന് കിട്ടുന്ന ഏറ്റവും വലിയ റെക്കോർഡ് ഡിജിറ്റൽ വ്യൂവർഷിപ്പാണ് അന്ന് ആ ഒരു മത്സരത്തിന് ലഭിച്ചത്. ഇതിനെല്ലാം കാരണക്കാരനായിട്ട് നമുക്ക് ഒരൊറ്റ വ്യക്തിയുടെ പേര് മാത്രമേ പറയാൻ സാധിക്കൂ: മുകേഷ് ധീരുഭായ് അംബാനി. അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ചാനലായിട്ടുള്ള ജിയോ സിനിമയിലൂടെ IPL സംപ്രേഷണം ഫ്രീ ആയി കൊടുത്തതുകൊണ്ടാണ് ഇത്രയും അധികം റെക്കോർഡ് വ്യൂവർഷിപ്പ് കിട്ടിയത് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. മാത്രമല്ല 12 വ്യത്യസ്ത ഭാഷകളിലുള്ള കമന്ററി കൂടി ലഭ്യമായതോടുകൂടി പല റീജിയണിലുള്ള ആൾക്കാർക്ക് IPL ആസ്വദിക്കുവാനുള്ള അവസരം ലഭിച്ചു. ബോളിവുഡ് സിനിമകൾ പോലും ഇന്ന് ജിയോ സിനിമയിലൂടെ റിലീസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാഹിദ് കപൂറിന്റെ ബ്ലഡി ഡാഡി എന്ന് പറയുന്ന സിനിമ ലോഞ്ച് ചെയ്തത് ജിയോ സിനിമയിലൂടെയായിരുന്നു. ജിയോ സിനിമയുടെ ഈ ഒരു സ്ട്രാറ്റജി കാരണം ഹോട്ട്സ്റ്റാറിന് പോലും വേൾഡ് കപ്പ് മത്സരം ഫ്രീ ആയി പ്രേക്ഷകരെ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ജിയോയുടെ കഥകൾ പറയുമ്പോൾ അത് OTT ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാം. സിം കാർഡുമായി ബന്ധപ്പെട്ട വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ജിയോയുടെ കടന്നു വരവ് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. സൗജന്യ കോൾ സംവിധാനവും മെസ്സേജ് സംവിധാനവും ഡേറ്റ സംവിധാനങ്ങളും എല്ലാം നൽകിക്കൊണ്ടാണ് ജിയോ രംഗപ്രവേശം ചെയ്യുന്നത്. ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ടെലികോം ഭീമന്മാരായിട്ടുള്ള എയർടെലിനായിരുന്നു. മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അംബാനിയുടെ കൈവെക്കാത്തതായിട്ടുള്ള മേഖലകൾ വളരെ ചുരുക്കമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അംബാനിയും കുടുംബവും നമ്മുടെ ഇക്കോണമിയെ ഇത്രയധികം ഡോമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കുന്നതിലുപരി അവരുടെ ബിസിനസ് സ്ട്രാറ്റജിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം എന്തെന്നാൽ, സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ ഇക്കോണമിയുടെ ഭാവി മുകേഷ് അംബാനിയുടെ കൈകളിലാണ് ഇരിക്കുന്നത് എന്ന് ഏറെക്കുറെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ എക്കോണമിയെ മുകേഷ് അംബാനി എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയധികം ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ചാനലിൽ വരുന്ന എല്ലാ കണ്ടന്റുകളും വീഡിയോസും ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും നൽകുക. സോ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മളൊരു കാർഷിക രാജ്യമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ GDPയുടെ 47% കാർഷിക മേഖലയിൽ നിന്ന് തന്നെയായിരുന്നു വന്നിരുന്നത്. എന്നാൽ അതിന്ന് 17% ചുരുങ്ങിയ ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. നെഹ്റുവിന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് വ്യവസായം എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ പോലെയായിരുന്നു എന്ന് ആ ഒരു സമയത്ത് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ഒരു അവസ്ഥ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ പോലെ വലിയ വലിയ വ്യവസായങ്ങളൊന്നും തന്നെ നമുക്കന്ന് കാണുവാൻ സാധിക്കുകയില്ലായിരുന്നു. വ്യാവസായിക മേഖലയിലെ ഭീമന്മാരായിട്ടൊക്കെ കണക്കാക്കിയിരുന്നത് ഡാൽമിയ പോലെയൊക്കെയുള്ള കമ്പനികളൊക്കെ ആയിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു കാലഘട്ടത്തിലാണ് ഗുജറാത്തിൽ നിന്ന് ഒരു യുവാവ് യമനിലേക്ക് ഒരു ക്ലറിക്കൽ ജോലിക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നത്. 8 വർഷ കാലയളവിൽ അവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ജോലികളൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുന്നു. 1958 ആ യുവാവ് കുറെ ബിസിനസ് തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക്, അതായത് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. തിരിച്ചെത്തിയ ഉടനെ റിലയൻസ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ എന്ന പേരിലുള്ള ഒരു ട്രേഡിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാണും. ഇത് ധീരുഭായ് അംബാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. റിലയൻസ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ തുടക്കത്തിൽ സ്പൈസസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്നതാണ് എന്നാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. ഇന്ത്യയിൽ നിന്ന് സ്പൈസസ് മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലും ഒക്കെ ആയിട്ട് അവർ എക്സ്പോർട്ട് ചെയ്തു പോലുമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. കുറച്ചധികം കാലഘട്ടം ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പോഴാണ് ധീരുഭായ് അംബാനിയുടെ തലയിൽ മറ്റൊരു ബുദ്ധി ഉദിക്കുന്നത്. ഇതിന്റെ മാനുഫാക്ചറിങ് ചെയ്യുക എന്നതായിരുന്നു തലയിലുണ്ടായ ആ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെയാണ് 1966 റിലയൻസ് ടെക്സ്റ്റൈൽസ് ഒക്കെ ആരംഭിക്കുന്നത്. സിന്തറ്റിക് ടെക്സ്റ്റൈൽസ് നിർമ്മിക്കുന്ന കമ്പനിയായി അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്നാൽ വസ്ത്ര വ്യവസായവുമായി ബന്ധപ്പെട്ട് അത്ര നല്ല ഒരു കാലഘട്ടം ആയിരുന്നില്ല അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം. ബോംബെയിലും കാൺപൂരിലും ഒക്കെയുള്ള തുണി വ്യവസായങ്ങളൊക്കെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അതെന്ന് പറയുന്നത്. സർക്കാരിന്റെ തന്നെ ചില പ്രത്യേക തരത്തിലുള്ള നയങ്ങളൊക്കെ കാരണമാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നത് എന്ന് കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാം. 1956 ആ ഒരു കാലഘട്ടത്തിൽ സർക്കാരിന്റെ തീരുമാനം വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് പുതിയ ലൂം മെഷീനുകൾ സ്ഥാപിക്കുന്നതിന് എതിരായിട്ടായിരുന്നു. പുതിയ പവർ ലൂം മെഷീനുകൾ സ്ഥാപിക്കുന്നതോടുകൂടി ജോലിക്കാരുടെ എണ്ണം കുറച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമായിരുന്നു. അതിനാൽ തന്നെ അതുവഴി പലതരത്തിലുള്ള ആൾക്കാരുടെ ജോലികളൊക്കെ നഷ്ടപ്പെടുമെന്ന് അന്നത്തെ ഗവൺമെന്റ് ഭയപ്പെട്ടിരുന്നു. 1965 മുതൽ 78 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ വന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള തീരുമാനമായിരുന്നു കമ്പനികളിലെ വസ്ത്രനിർമ്മാണത്തിന്റെ ചെറിയൊരു ശതമാനം ഖാദി വസ്ത്രങ്ങളായിരിക്കണം എന്നുള്ളത്. ഖാദി മേഖല പോലെയുള്ള ലോക്കൽ ഇൻഡസ്ട്രിയൊക്കെ കൈപിടിച്ചുയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ അന്നത്തെ സർക്കാർ കൈക്കൊണ്ടത് എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, ഒരു ഫിക്സഡ് റേറ്റ് പോലെയുള്ള റേറ്റ് ഒക്കെ അതിന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ
തീരുമാനപ്രകാരം വസ്ത്രത്തിന്റെ വില മാക്സിമം കൺട്രോൾ പ്രൈസിനേക്കാൾ ഉയരാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിപ്പെട്ടു. എല്ലാ തരത്തിലുള്ള കമ്പനികളും സാധാരണ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കണം എന്ന ഐഡിയ ആണ് ഗവൺമെന്റ് ഈ ഒരു ശ്രമത്തിലൂടെ ഇവിടെ വർക്ക്ഔട്ട് ആക്കാൻ ശ്രമിച്ചത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തകരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇത്തരം നയത്തെയാണ് അന്നത്തെ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം ഒരു മോശം കാലഘട്ടം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നേരിടുന്ന സമയത്താണ് അംബാനി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എന്നൊരു പോയിന്റ് കൂടി ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഒരു കാര്യം ചിന്തിച്ചേക്കാം, ഇത്തരം മോശപ്പെട്ട ഒരു അവസ്ഥയിൽ അദ്ദേഹം ഈ മേഖലയിലേക്ക് വന്നാൽ എന്തായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ പക്കൽ വലിയ ബിസിനസ് സ്ട്രാറ്റജികൾ ഉണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. കോട്ടൺ ടെക്സ്റ്റൈലുകളിൽ നിന്ന് മാറി സിന്തറ്റിക് ടെക്സ്റ്റൈലുകളാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖല എന്ന് പറയുന്നത്. ഗവൺമെന്റ് പോളിസികളെ പറ്റി നന്നായി അറിയാവുന്ന അംബാനി കോട്ടൺ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ തന്നെ തീരുമാനിക്കുകയും സിന്തറ്റിക് ടെക്സ്റ്റൈലുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. മാത്രവുമല്ല, കോട്ടൺ വസ്ത്രങ്ങളെക്കാൾ വിലക്കുറവിൽ സിന്തറ്റിക് വസ്ത്രങ്ങൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി അത്രയധികം ഉണ്ടായിരുന്നു എന്നതൊക്കെ ഇതിന് കാരണമായിട്ട് പറയാവുന്ന വസ്തുതകളാണ്. കോട്ടനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വില നിശ്ചയിക്കപ്പെടുന്ന പ്രധാന ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് തൊഴിലാളികളുടെ കൂലി, ഇന്ത്യയിലെ കാലാവസ്ഥ, മഴ തുടങ്ങിയ കുറെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നിർമ്മിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്ന കുറെ ഘടകങ്ങളാണ്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ സിന്തറ്റിക് ഫാബ്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വെല്ലുവിളികൾ ഒന്നും തന്നെ ആ ഒരു മേഖലയിൽ ഇല്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. മാത്രമല്ല, ഈ സമയത്ത് ഇന്ത്യയുടെ ലൈസൻസിംഗ് സിസ്റ്റം അംബാനി സമർത്ഥമായി ഉപയോഗിച്ചു എന്ന് കൂടി പറയാം. ആ സമയത്ത് സർക്കാർ എക്സ്പോർട്ടേഴ്സിന് നൽകിയിരുന്ന ഒരു ലൈസൻസ് ആയിരുന്നു റീപ്ലനിഷ്മെന്റ് ലൈസൻസ് എന്ന് പറയുന്നത്. ലൈസൻസിംഗ് സിസ്റ്റത്തെ അംബാനി എങ്ങനെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ലൈസൻസിംഗ് സിസ്റ്റത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം കുറഞ്ഞ വിലയിൽ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇപ്രകാരം എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കസ്റ്റം ഡ്യൂട്ടി കെട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് വ്യവസായങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെയും പുറത്ത് എക്സ്പോർട്ടിംഗ് കൂടുതലായി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് റീപ്ലനിഷ്മെന്റ് ലൈസൻസ് ഒക്കെ വരുന്നത് എന്ന് കാണാം. ഇപ്രകാരം റീപ്ലനിഷ്മെന്റ് ലൈസൻസ് നൽകുന്ന കമ്പനികൾക്ക് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് ചെയ്യുകയും പുറത്ത് രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു ഇതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, ഇത്തരം ലൈസൻസുകളിലൂടെ പുറം രാജ്യങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ കസ്റ്റം ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കുവാനും സാധിക്കുമായിരുന്നു. എങ്കിലും അവിടെ ഒരു കണ്ടീഷൻ ഗവൺമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണാം. അതായത്, ഇപ്രകാരം എത്തിക്കുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് ആ കമ്പനിക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് പുറത്ത് എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു. അതായത്, റോ മെറ്റീരിയൽ എത്തിക്കുക കുറഞ്ഞ വിലയിൽ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അത് പുറം നാടുകളിൽ വിൽക്കുക എന്നതായിരുന്നു കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ റോ മെറ്റീരിയൽ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ടായിരുന്നു അംബാനി റീപ്ലനിഷ്മെന്റ് ലൈസൻസിനെ ഉപയോഗിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതായത്, ഈ ലൈസൻസ് ഉപയോഗിച്ച് അദ്ദേഹം റോ മെറ്റീരിയലുകൾ കുറഞ്ഞ കസ്റ്റം ഡ്യൂട്ടിയിൽ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചു. എന്നാൽ മാനുഫാക്ചറിംഗിന് ശേഷം വസ്ത്രങ്ങൾ അവിടെ തന്നെ കച്ചവടം ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് ഗവൺമെന്റ് പോളിസിക്ക് എഗൻസ്റ്റ് ആയിരുന്നു. ഇത്തരം ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ കമ്പനി എന്ന നിലയിലേക്ക് പടിവെച്ച് ഉയരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ റിലയൻസ് ഇൻഡസ്ട്രീസിന് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും പബ്ലിക്കിൽ നിന്നും ഒരേപോലെ ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കാനായിട്ട് തുടങ്ങുന്നത് അതുകൊണ്ടാണ്. 1987 വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്തതിനെ തുടർന്നാണ് ആ വേൾഡ് കപ്പ് റിലയൻസ് വേൾഡ് കപ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഏതാണ്ട് ആ ഒരു സമയത്ത് തന്നെയാണ് പെട്രോ കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്നതിനായിട്ടുള്ള ലൈസൻസിന് റിലയൻസ് ഇൻഡസ്ട്രീസ് അപ്ലൈ ചെയ്യുന്നത് എന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഒരു സംശയമുണ്ട്, ടെക്സ്റ്റൈൽസ് ഫീൽഡിൽ നിന്നും പെട്രോ കെമിക്കൽ ഫീൽഡിലേക്ക് പെട്ടെന്നൊരു മാറ്റം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. അതിനെപ്പറ്റി മനസ്സിലാക്കുവാനായി ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ എന്താണെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പെട്രോ കെമിക്കൽസും ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുമായിട്ട് നമുക്ക് വളരെയധികം ബന്ധമുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ടെക്സ്റ്റൈൽസിന്റെ നിർമ്മാണം നടക്കുന്നത് എന്ന് പറയാം. ഉദാഹരണത്തിന് പോളിയസ്റ്ററിനെ പറ്റി പറയാം. പെട്രോ കെമിക്കൽസിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന PET അഥവാ പോളി എഥിലിൻ ടെറിപ്താലേറ്റ് എന്ന് പറയുന്ന അതിൽ നിന്നാണ് പോളിയസ്റ്റർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം പെട്രോ കെമിക്കൽസിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. എന്നാൽ അംബാനി അവിടെയും തന്റെ ഐഡിയ പ്രയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം സ്വയം പെട്രോ കെമിക്കൽ വ്യവസായത്തിലേക്ക് കടക്കുന്നതിലൂടെ ആ ഒരു സപ്ലൈ ചെയിന്റെ തന്നെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുവഴി തീർത്തും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യവസായ ശൃംഖല അദ്ദേഹം വളർത്തിയെടുക്കുന്നതും കാണാം. അതായത് വസ്ത്ര നിർമ്മാണവും അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ നിർമ്മാണവും അദ്ദേഹം തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെ മുഴുവൻ സപ്ലൈ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ എന്നൊക്കെ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. ഇത് നമുക്കെല്ലാം അറിയാവുന്ന മറ്റൊരു ഉദാഹരണം കൂടി ഒന്ന് പറഞ്ഞു തരാം. ടെക് ഭീമന്മാരായിട്ടുള്ള ആപ്പിളിനെ പറ്റി എല്ലാവർക്കും അറിയാം.
റീസെന്റ് കാലഘട്ടം വരെ അവർ ഇന്റലിന്റെ ചിപ്പായിരുന്നു അവരുടെ ഫോണുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവരിന്ന് സ്വന്തമായിട്ട് ചിപ്പുകൾ നിർമ്മിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഓക്കെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. എല്ലാ സക്സസ് സ്റ്റോറികളും ഉണ്ടാകുന്ന പോലെ ഒരു ട്വിസ്റ്റ് ഇവിടെയും സംഭവിച്ചു. 1986 അംബാനിക്ക് ഒരു ഹാർട്ട് സ്ട്രോക്ക് തന്നെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെ തുടർന്ന് തന്റെ ബിസിനസ് നേരെ ചൊവ്വെ നോക്കി നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ തന്റെ ബിസിനസ് സാമ്രാജ്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം തന്റെ 2 മക്കളായിട്ടുള്ള അനിൽ അംബാനി, മുകേഷ് അംബാനി എന്നിവരിലേക്ക് എത്തിച്ചേരുന്നു. ധീരുഭായ് അംബാനി ജീവിച്ചിരുന്ന കാലം അത്രയും അവർ ഒരുമിച്ച് നിന്നെങ്കിലും 2002 അദ്ദേഹത്തിന്റെ മരണത്തോടെ കാര്യങ്ങൾ മാറി മറിയുന്ന സിറ്റുവേഷൻ ഉണ്ടായി. 2 മക്കളും റിലയൻസ് എന്ന ബ്രാൻഡ് നെയിം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. തുടർന്നൊരു ബോർഡ് മീറ്റിംഗ് വിളിക്കുകയും അതിലെ തീരുമാനപ്രകാരം മുകേഷ് അംബാനിക്ക് അതിന്റെ അതോറിറ്റി സ്വന്തമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മുകേഷ് അംബാനിയുടെ കീഴിൽ വെറുമൊരു റിപ്പോർട്ടിംഗ് അതോറിറ്റിയായി അനിൽ അംബാനി ചുരുങ്ങി പോകുന്ന ഒരു കാഴ്ച പിന്നീട് കാണുന്നു. ഇങ്ങനെയാണ് അനിൽ അംബാനിയും മുകേഷ് അംബാനിയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇരുവരുടെയും മാതാവായിട്ടുള്ള കോകിലാബെൻ അംബാനി അടക്കമുള്ള കുറെ കുടുംബ ആൾക്കാരൊക്കെ ഈ നിരവധി തവണ ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും അവർ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു പ്രശ്ന പരിഹാരമൊന്നും ഇതിലൂടെ നടന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഇതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്ട് എന്നോണം 2005 ബിസിനസ് 2ആയി ഭാഗിച്ച് സഹോദരന്മാരിലേക്ക് നൽകുന്നതിനുള്ള ഒരു മഹത്തായ തീരുമാനം അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സഹോദരന്മാർ തമ്മിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കാണാൻ സാധിക്കുമെന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇത് പ്രകാരം മുകേഷ് അംബാനിക്ക് ഓയില്, ഗ്യാസ്, പെട്രോ കെമിക്കൽസ്, അതിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ സ്വന്തമായിട്ട് വരികയും അനിൽ അംബാനിക്ക് ആ സ്ഥാനത്ത് റിലയൻസ് എനർജി, ടെലികോം, റിലയൻസ് ക്യാപിറ്റൽ തുടങ്ങിയവയും സ്വന്തമായിട്ട് വരുന്നത് കാണാം. എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പൂർണ്ണമായി അവസാനിച്ചില്ല എന്ന് പറയാം. 2009 പുതിയൊരു പ്രശ്നം ഉടലെടുക്കുന്നു. അതായത് 2005 സഹോദരങ്ങൾക്കിടയിൽ ബിസിനസ്സുകൾ ഭാഗിക്കപ്പെട്ടപ്പോൾ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും അനിൽ അംബാനിയുടെ റിലയൻസ് നാച്ചുറൽ റിസോഴ്സ് ലിമിറ്റഡും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായിരുന്നു. മുകേഷിന്റെ കമ്പനി എന്ന് പറയുന്നത് ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ആയിരുന്നു. അതേസമയത്ത് അനിൽ അംബാനിയുടെ കമ്പനി എന്ന് പറയുന്നത് ഒരു പവർ കമ്പനി ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. കരാർ പ്രകാരം മുകേഷിന്റെ കമ്പനി അനിലിന്റെ പവർ കമ്പനിക്ക് ചെറിയ നിരക്കിൽ ഗ്യാസ് നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ 2009 പെട്രോളിയം മിനിസ്റ്റർ ആയിട്ടുള്ള മുരളി ഡിയോറ ഈ ഒരു ഡീൽ ക്യാൻസൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മുകേഷ് അംബാനിയുടെ കമ്പനി ഈ രീതിയിൽ കുറഞ്ഞ നിരക്കിൽ അനിൽ അംബാനിയുടെ കമ്പനിക്ക് ഗ്യാസ് സപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റോയൽറ്റി റവന്യൂവിൽ കുറവ് സംഭവിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു സിസ്റ്റം എടുത്തു മാറ്റിയത് എന്നാണ് ഗവൺമെന്റ് നൽകിയ വിശദീകരണം എന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിലും പെട്രോളിയം മിനിസ്റ്ററും മുകേഷ് അംബാനിയും തമ്മിലുള്ള സീക്രട്ട് ഡീലിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് അനിൽ അംബാനി എന്ന് ആരോപിച്ചത്. അതായത് ഇതിലൂടെ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത് അനിൽ അംബാനിക്കായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ കൂടിയ തുകയ്ക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുകയാണ്. 2009 ഷെയർ ഹോൾഡേഴ്സുമായി നടന്ന ഒരു പ്രസ് കോൺഫറൻസിൽ അനിൽ അംബാനി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തന്റെ പവർ കമ്പനിയായിട്ടുള്ള കോൺട്രാക്ട് നിർത്തലാക്കാനുള്ള സകല തന്ത്രങ്ങളും കുറെ നാളുകൾ കൊണ്ട് പയറ്റുന്നു എന്നുള്ളതായിരുന്നു. ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള പ്രണബ് മുഖർജി പോലും ഈ ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഇന്ത്യയുടെ നാഷണൽ ഇഷ്യൂ ആയി മാറും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ആ സമയത്ത് പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകൾ നീണ്ട ഈ ഒരു സംഘർഷങ്ങൾക്കൊടുവിൽ കേസ് കോടതിയിലെത്തുകയും കോടതി വിധി മുകേഷ് അംബാനിക്ക് അനുകൂലമായി തീരുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നു. ഇരുഭാഗത്തു നിന്നും വളരെയധികം പൈസയും സമയവും ഈ ഒരു കേസിന് ഇതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടൊക്കെ ചെലവാകുന്നതും കാണാം. ഇതിനെ തുടർന്ന് ഇവരുടെ മാതാവ് കോകിലാബായ് അംബാനി വീണ്ടും പ്രശ്ന പരിഹാരത്തിനായി രംഗപ്രവേശം ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം 2 കമ്പനികളുടെയും ബോർഡിനെ കൂടി ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് 2013 ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത്. അതായത് ഇതിലൂടെ സഹോദരന്മാരുടെ പ്രശ്നങ്ങളല്ല ഇവിടെ പരിഹരിക്കപ്പെടുന്നത്, മറിച്ച് ഇന്ത്യയുടെ ഇക്കണോമിക്കൽ പ്രോബ്ലം തന്നെ ഇവിടെ പരിഹരിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. We now welcome our newest and youngest member in our family, Jio. Yes. പറയാൻ പോകുന്ന കഥ എന്തെന്ന് വെച്ചാൽ 2010 ജൂണിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് IBSL അഥവാ ഇൻഫോടെൽ ബ്രോഡ്ബാൻഡ് സർവീസ് ലിമിറ്റഡിന്റെ 96% ഷെയറും സ്വന്തമാക്കുന്നു. എന്തുകൊണ്ട് IBSL എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്, പറഞ്ഞു തരാം. 4G വയർലെസ് ബ്രോഡ്ബാൻഡ് ലേലത്തിൽ ഇന്ത്യയിലെ 22 സോണുകളിലും ബ്രോഡ്ബാൻഡ് സ്പെക്ട്രം നേടിയ ഏക സ്ഥാപനമായിരുന്നു IBSL എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അംബാനി നോട്ടമിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് കൂടി മനസ്സിലാക്കുക. 2013 ഇത് സ്വന്തമാക്കിയതിനു ശേഷം IBSL എന്ന പേര് മാറ്റി പകരം ജിയോ ഇൻഫോകോം ലിമിറ്റഡ് എന്നാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള അനിൽ അംബാനിയുടെ പക്കലും ഒരു ടെലികോം കമ്പനി ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുക. ആർകോം കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അത്. അതായത് റിലയൻസ്
ടെലികമ്മ്യൂണിക്കേഷൻ. 15 കോടി സെൽഫോൺ സബ്സ്ക്രൈബേഴ്സ്, നീണ്ട ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക്, ആയിരക്കണക്കിന് ടവറുകളൊക്കെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ചിന്തിക്കണം. ബിസിനസ് പരമായി ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകേഷ് അംബാനിയുടെ കയ്യിൽ ജിയോയ്ക്കായിട്ടുള്ള 4G ലൈസൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അനിൽ അംബാനിയുടെ പക്കൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കുന്നു. അതായത് ജിയോയുടെ 4G നെറ്റ്വർക്ക് ആവശ്യങ്ങൾക്കായി അനിൽ അംബാനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി മുകേഷ് അംബാനി അനിൽ അംബാനിക്ക് 1200 കോടി നൽകും എന്നതായിരുന്നു ആ ഒരു ഡീൽ എന്ന് പറയുന്നത്. ഈ ഒരു ഡീലാണ് റിലയൻസ് ജിയോയുടെ ജനനത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയാം. അതായത് ഇന്ത്യ അന്ന് വരെ കണ്ട ഏറ്റവും വലിയ ടെലികോം യുദ്ധം അവിടെയാണ് ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് എയർടെൽ, വോഡഫോൺ, ഐഡിയ, BSNL തുടങ്ങിയ ടെലികോം കമ്പനികൾ ജിയോയുമായിട്ടായിരുന്നു യുദ്ധത്തിൽ ഏർപ്പെട്ടത്. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിലുള്ള ഇന്റർനെറ്റ് അവൈലബിൾ ആയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ധീരുഭായ് അംബാനിയുടെ ജന്മദിനമായിട്ടുള്ള 2015 ഡിസംബർ 28 തങ്ങളുടെ എംപ്ലോയീസിനൊപ്പം ജിയോ അതിന്റെ ട്രയൽ ആരംഭിച്ചതും ഒരു ഇമോഷണൽ ബിസിനസ് തന്ത്രമായിട്ട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നെറ്റ്വർക്കിൽ ഉണ്ടായേക്കാവുന്ന പോരായ്മകളെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ട്രയൽ ആയിരുന്നു അന്ന് നടന്നിരുന്നത് എന്ന് പറയുന്നു. തുടർന്ന് 2016 സെപ്റ്റംബർ 5 തന്റെ നീണ്ട പ്രഭാഷണത്തിലൂടെ മുകേഷ് അംബാനി ജിയോയെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ടെലികോം യൂസേഴ്സിനെ അമ്പരപ്പെടുത്തിക്കൊണ്ട് ഫ്രീ വെൽക്കം ഓഫറുകളോടെയാണ് ജിയോ രംഗപ്രവേശം ചെയ്യുന്നത്. ആ ടൈമിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പായി ജിയോ കണക്കാക്കാൻ സാധിക്കുമായിരുന്നു. അതായത് ഏകദേശം 1.5 ലക്ഷം കോടിയായിരുന്നു ഇതിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയിരുന്നു ഇതിന്റെ ഓണർഷിപ്പ്. ജിയോയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ്. അതായത് ജിയോയുടെ ഡേറ്റയും ജിയോയുടെ കോളിംഗും എല്ലാം ഫ്രീ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ അവർ തങ്ങളുടെ ശൃംഖലയിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കുന്നത്. 2017 മാർച്ച് വരെ നിലവിലുള്ള ഓഫറിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ ഓഫർ എന്ന പേരിൽ യൂസേഴ്സിനെ അവർ വീണ്ടും ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. മാർച്ചിന് ശേഷവും കോളിംഗ് ഫ്രീ ആയിരിക്കും, എന്നാൽ ഡേറ്റയ്ക്ക് വളരെ ചെറിയ അളവിലുള്ള ഒരു തുക അവർ അതിനുശേഷം ഈടാക്കാൻ തുടങ്ങി. അതായത് ഈ മാസത്തിൽ പിശുക്കിയൊക്കെ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ ദിവസവും ലാവിഷായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് കാരണം ഈ ഒരു മാറ്റം അവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയൊരു മാറ്റമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ വലിയ ഒരു ബിസിനസ് തന്ത്രം അവിടെ വർക്കൗട്ടായി, അവിടെ അത് സ്റ്റാർട്ടായി എന്ന് പറയാം. അപ്പോഴും അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനായി അനിൽ അംബാനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നുവല്ലോ അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. അതിലൂടെയാണല്ലോ 30 കോടിയോളം വരുന്ന വലിയ അളവിലുള്ള ജിയോയുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അവർ സ്വന്തമാക്കിയതെന്ന് പറഞ്ഞു. ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കാൻ എയർടെൽ ഏകദേശം 19 വർഷം കൂടി എടുത്തു എന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ ജിയോയും മുകേഷ് അംബാനിയും വീണ്ടും കോടതി കയറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാം. എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ ഇതൊരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടുള്ള സ്ട്രാറ്റജി മാത്രമാണ് എന്നാണ് ജിയോ അവിടെ വാദിച്ചത്. അപ്പോൾ ഈ മേഖലയിൽ ജിയോ ഒരു ന്യൂ കമർ, ഒരു ഫ്രഷർ ആണ് എന്നുള്ളൊരു പോയിന്റ് കൂടെ കണക്കിലെടുത്തു. അതേപോലെ തന്നെ ഇതൊരു ബിസിനസ് സ്ട്രാറ്റജി മാത്രമാണ് എന്നൊരു കണക്കോടെ കൂടി കോടതി മുകേഷ് അംബാനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കാണാൻ സാധിക്കും. ഇത് മുഖേന മറ്റ് ടെലികോം കമ്പനികൾക്ക് വളരെയധികം നഷ്ടമുണ്ടായി എന്ന് ഫലത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഉണ്ടായേക്കുന്ന ഈ ഒരു ക്രൈസിസിനെയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇന്ത്യയിൽ തങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നതിന് നമ്മുടെ എയർടെലിന് മിഡിൽ ഈസ്റ്റിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെയുള്ള തങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ കുറച്ച് കുറവ് സംഭവിച്ചു. അതിന്റെ ഭാഗമായിട്ട് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെ നേരിടുന്നതിന് കാരണമായിട്ടുണ്ട്. എയർടെലിന് സംഭവിച്ചതുപോലെ തന്നെയുള്ള തിരിച്ചടികളാണ് വോഡഫോണിന് സംഭവിച്ചത്. തങ്ങളുടെ ഡേറ്റ പാക്കുകൾ ഏകദേശം 50% കുറഞ്ഞ നിരക്കിൽ വിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ അവർക്കും ഉണ്ടായി. ഐഡിയയ്ക്ക് സമാനമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ തന്നെയാണ് വോഡഫോണിനും ഉണ്ടായത്. തുടർന്ന് ഇരുവരും മെർജ് ചെയ്തതിനു ശേഷം ഒരൊറ്റ ടെലികോം കമ്പനി, അതായത് വി എന്ന് പറയുന്ന ഒരൊറ്റ ടെലികോം കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. 1980കളിൽ രാജീവ് ഗാന്ധി ഒരു കമ്പ്യൂട്ടർ വിപ്ലവത്തെ പറ്റി ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ ടെലികോം വിപ്ലവം സാധ്യമാക്കുന്നതിനായി അദ്ദേഹം കമ്പ്യൂട്ടറിന്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യയും ഇതേ കോൺസെപ്റ്റ് തന്നെ ഉള്ളതാണ് എന്ന് പറയാം. ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ബേസ് ജിയോ ആണെന്ന് കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷമാണ് സൊമാറ്റോ, ഓല പോലെയുള്ള നിരവധി ഇന്റർനെറ്റ് ബേസ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ ഉദയം ചെയ്യുന്നതെന്ന് പറയാം. ഇനി OTT പ്ലാറ്റ്ഫോം മേഖലയിലേക്ക് വരുമ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങിയവയും ഇതിന് ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നമ്മളെല്ലാം റിലയൻസിനെ ജിയോ എന്ന പേരിലായിരിക്കും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. എന്നാൽ ജിയോയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു സിസ്റ്റം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം. റീറ്റെയിൽ സെക്ടറും അതിന്റെ പരിധിയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ബിഗ് ബസാറിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകും. 2001 സ്ഥാപിതമായിട്ടുള്ള ബിഗ് ബസാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഹൈപ്പർ
മാർക്കറ്റ് ശൃംഖലകളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്തിൽ 120-ലധികം നഗരങ്ങളിലും പട്ടണങ്ങളിലും ഏകദേശം 300+ സ്റ്റോറുകളുണ്ട്. 2022 ഫെബ്രുവരിയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 200-ലധികം ഫ്യൂച്ചർ ഗ്രൂപ്പ് സ്റ്റോറുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ബിഗ് ബസാറിനെ റിലയൻസിന്റെ സ്മാർട്ട് ബസാർ സ്റ്റോറുകളുമായി പുനർനാമകരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം മറ്റൊരു യുദ്ധത്തെ പറ്റി കൂടി, ഇതിനിടയ്ക്ക് നടന്ന മറ്റൊരു ക്ലാഷിനെ പറ്റി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അംബാനി സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ആമസോണും റിലയൻസും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അപ്പോൾ ഈ ബിഗ് ബസാർ, ഹൈപ്പർ സിറ്റി, FBB, ഈസി ഡേ തുടങ്ങിയ കമ്പനികളെല്ലാം ഫ്യൂച്ചർ റീറ്റെയിൽ എന്നൊരു വലിയ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ അതുപോലെ ലോജിസ്റ്റിക് ബിസിനസ്സുകൾ റിലയൻസ് 2020 ഓഗസ്റ്റ് മാസത്തിൽ ഏകദേശം 24,713 കോടിക്ക് സ്വന്തമാക്കുന്നു. എന്നാൽ ഈ ഡീലിനേക്കാൾ എല്ലാം മുന്നേ ആമസോൺ ഗ്രൂപ്പ് ഫ്യൂച്ചർ കൂപ്പോൺസിന്റെ 49% സ്റ്റേക്ക് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഫ്യൂച്ചർ കൂപ്പോൺസിന് ഫ്യൂച്ചർ റീറ്റെയിലിന്റെ 4.8% ഷെയർ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആമസോൺ ഗ്രൂപ്പിന് മറ്റേത് കമ്പനികളും ഫ്യൂച്ചർ റീറ്റെയിൽസ് വാങ്ങുന്നതിൽ നിന്ന് തടയാൻ നിയമപരമായി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആമസോൺ പലതരത്തിലുള്ള ലീഗൽ ഓപ്ഷനുകളൊക്കെ തേടിയെങ്കിലും അൾട്ടിമേറ്റ്ലി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തീരുമാനപ്രകാരം 2021 ആമസോണും ഫ്യൂച്ചർ കൂപ്പൺസും തമ്മിലുള്ള ആ ഒരു ഡീല് നിയമപരമായിട്ട് ഇല്ല എന്നൊരു വിധി ഉണ്ടാവുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ രീതിയിലാണ് ആമസോണിന് മുകളിൽ തന്ത്രപരമായിട്ടുള്ള ഒരു വിജയം നേടിക്കൊണ്ട് റിലയൻസ് റീറ്റെയിലിംഗ് മേഖലയുടെ ആധിപത്യം കൂടി ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു നേട്ടത്തിനായി പ്രധാനമായും 3 തന്ത്രങ്ങളാണ് റിലയൻസ് ഉപയോഗിച്ചത് എന്ന് കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റിലയൻസ് കൂടുതൽ കമ്പനികളെ സ്വന്തമാക്കിക്കൊണ്ട് തങ്ങളുടെ മാർക്കറ്റ് ഷെയർ കൂട്ടിയെടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തേത് റിലയൻസ് ഒരു മൾട്ടി മോഡൽ അപ്രോച്ച് ആണ് ഇവിടെ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അതായത് ഒരു കസ്റ്റമർ എന്ന നിലയിൽ തങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിലുള്ള പ്രോഡക്റ്റുകളാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലയൻസ് ട്രെൻഡ്സ് പോലെയുള്ള അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കും. അതേസമയം കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലയൻസിന്റെ തന്നെ മാക്സ് ആൻഡ് സ്പെൻസർ എന്ന് പറയുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോറൂമുകൾ സന്ദർശിക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഓഫ്ലൈൻ ഓൺലൈൻ സിസ്റ്റത്തെ മെർജ് ചെയ്യുക എന്നുള്ളത്. അതായത് ഓൺലൈൻ ഷോപ്പിംഗിലുള്ള ഒരു പ്രോഡക്റ്റിന്റെ പോപ്പുലാരിറ്റിയെ ഓഫ്ലൈൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ആ ഒരു വലിയ തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിന്റെ തന്നെ ഒരു കമ്പനിയാണ് ആജിയോ എന്ന് പറയുന്നത്. ഇതൊരു ഇ-കൊമേഴ്സ് ബ്രാൻഡാണ്. ഇതിന്റെ 15% മാർക്കറ്റ് ഷെയറും ഉള്ളത് ഫാഷൻ ഇ-കൊമേഴ്സ് മാർക്കറ്റിലുമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് കൂടി വരാം. റഷ്യ യുക്രൈൻ യുദ്ധത്തെ പറ്റിയാണ്. ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റിലയൻസിന് എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. യുദ്ധത്തിന് മുൻപ് യൂറോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലിന്റെ നല്ലൊരു പങ്കും റഷ്യയിൽ നിന്നായിരുന്നു വന്നിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ യുദ്ധത്തിന്റെ തുടങ്ങിയതിന്റെയൊക്കെ ഭാഗമായിട്ട് യൂറോപ്പ് യുക്രൈനെ പിന്തുണയുമായി എത്തുകയും റഷ്യയിൽ നിന്ന് ഇനി മുതൽ ഓയിൽ വാങ്ങുകയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിന് ആവശ്യമായിട്ടുള്ള ഓയിലിന്റെ ഇറക്കുമതിക്ക് അവർക്കൊരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തുക വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് അവിടെ വരുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യ കുറഞ്ഞ നിരക്കിൽ ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഇതിന്റെ റിഫൈൻഡ് ചെയ്ത് ഇതിനെ പെട്രോളിയം, ഡീസൽ പോലെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുകയായിരുന്നു നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള റിഫൈൻഡ് ഓയിലിനെ ഇന്ത്യക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മേടിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഒക്കെ റിഫൈനിങ് കഴിഞ്ഞാൽ അത് പിന്നീട് റഷ്യയുടെ ഓയിലല്ല, അത് ഇന്ത്യയുടെ ഓയിലായി മാറി. അപ്പോൾ ഫലത്തിൽ ഇവിടെ പ്രയോജനം ചെയ്തത് ഇന്ത്യക്കാണ് എന്നാണ് പറയേണ്ടത്. ഇന്ത്യക്ക് പ്രയോജനം എന്ന് പറയുമ്പോൾ അത് റിലയൻസിന് പ്രയോജനമെന്ന് എടുത്തു പറയണം. അതായത് മുകേഷ് അംബാനി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ബില്യൺ പ്രോബ്ലംസ് ഉള്ള നാടല്ല, മറിച്ച് ഒരു ബില്യൺ ഓപ്പർച്യൂണിറ്റി ഉള്ള നാടാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് റിലയൻസ് കാണിച്ചു തന്നിരിക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓരോ ക്രൈസിസിനെയും എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റാമെന്ന് വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതായത് റഷ്യക്ക് ഈ എണ്ണ കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു, അതിൽ നിന്ന് പെട്രോളിയം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു, അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്ത് ബിസിനസ് ലാഭം ഉണ്ടാക്കുന്നു. വളരെ മികച്ച ഒരു ഐഡിയ ആണ് അവിടെ പ്രയോഗിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ധീരുഭായ് അംബാനി എങ്ങനെ വളർന്നു വന്നുവോ അതേ സെയിം വെല്ലുവിളികളിലൂടെയാണ് മുകേഷ് അംബാനിയും വന്നത്. അതേ വളർച്ച തന്നെയാണ് മുകേഷ് അംബാനി വളർന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ റിലയൻസിന്റെ ദീർഘവീക്ഷണം അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല എന്ന് കൂടി പറയാം. തങ്ങളുടെ ഡോമിനേഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ മാത്രം പടർന്ന് പന്തലിച്ചാൽ മതി എന്ന ചിന്തയിൽ നിന്ന് വേറിട്ട് നിന്ന് മറ്റ് എനർജി ഫോംസിന്റെ ആധിപത്യം കൂടി കരസ്ഥമാക്കുക എന്നൊരു സിറ്റുവേഷനിലേക്ക് അവർ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഗ്രീൻ എനർജി പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള അതിന്റെ ആവശ്യങ്ങൾക്കായിട്ട് റിലയൻസ് വളരെയധികം തുക ചെലവാക്കുന്ന കാഴ്ച നാം കാണുന്നു. സോളാർ പവർ ആയാലും ഹൈഡ്രജൻ പവർ ആയാലും ഈ മേഖലകളിലെല്ലാം റിലയൻസിന്റെ സാന്നിധ്യം ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രീൻ എനർജി
പ്രൊഡക്ഷന്റെ ഭാഗമായി ജാംനഗറിൽ 4 വലിയ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 60,000 കോടിയാണ് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോളാർ സെല്ലുകളുടെ പ്രൊഡക്ഷനാണ് അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ആയിട്ട് ഉണ്ടാവുക എന്നതാണ് അതിന്റെ പ്രത്യേകത. പറഞ്ഞു വരുന്നത്, ഇന്ന് ഇന്ത്യയിൽ സുപ്രധാനമായിട്ടുള്ള മേഖലകളിലെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു ഡോമിനേഷൻ സ്ഥാപിച്ചിരിക്കുന്ന വ്യക്തിയാണ് മുകേഷ് അംബാനിയും അദ്ദേഹത്തിന്റെ റിലയൻസ് ഗ്രൂപ്പ് ഇൻഡസ്ട്രീസും എന്ന് പറയുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഫൈനലി ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഡോമിനേഷൻ ഇന്ത്യക്ക് ഗുണകരമാണോ അതോ ദോഷകരമാണോ എന്നുള്ളൊരു വസ്തുത. വർഷങ്ങളായി റിലയൻസുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ക്രോണിക് ക്യാപിറ്റലിസം എന്തെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ബിസിനസ്സുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പരസ്പര ബന്ധം ബിസിനസിന്റെ വിജയം നിർണ്ണയിക്കുന്ന സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയുടെ ഇൻഡിക്കേഷനാണ് ക്രോണിക് ക്യാപിറ്റലിസം അഥവാ ചെങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത്. 2014 ക്രോണിക് ക്യാപിറ്റലിസം ഇൻഡെക്സ് പ്രകാരം 65% ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് 4 രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെട്ടിരിക്കുന്നു. അതിൽ ഇന്ത്യയും ഇൻക്ലൂഡഡ് ആണ് എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഗ്യാസ് വാർസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ കൃഷ്ണ ഗോദാവരി ബേസിനുകളിലെ ഈ ഹൈഡ്രോ കാർബൺ എക്സ്ട്രാക്ഷൻ കോൺട്രാക്ട് അംബാനിക്ക് ലഭിക്കുന്നതിനായിട്ട് അതിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതായും, അതുപോലെ തന്നെ 2016 അനിൽ അംബാനിയുടെ കമ്പനിയായിട്ടുള്ള റിലയൻസ് ഡിഫൻസ് ഈ മോദി ഫ്രഞ്ച് സർക്കാരുമായി റഫേൽ കരാറിൽ ഏർപ്പെടുന്നതിന് വെറും 12 ദിവസം മുൻപ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ഈ ആർട്ടിക്കിളിൽ വ്യക്തമായിട്ട് പറയുന്നു. ഇനി മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഫേസ്ബുക്ക് ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത് അംബാനിയും സെൻട്രൽ ഗവൺമെന്റുമായിട്ടുള്ള ഒരു ക്രോസ് റിലേഷൻഷിപ്പ് മാർക്ക് സക്കർബർഗും ഫേസ്ബുക്കും മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്നാണ്. അതൊരു അസിമേഷൻ ആണ്. സോ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, ഈ ക്രോണിക് ക്യാപിറ്റലിസം കൊണ്ട് എന്ത് പ്രശ്നമാണ് രാജ്യത്തിന് ഉണ്ടാവുക എന്നുള്ളത്. സർക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്ന കമ്പനികൾക്കോ അതേപോലെ സ്റ്റാർട്ടപ്പുകൾക്കോ ഒക്കെ മുന്നോട്ട് വരികയും ഉയർന്നു പോവുകയും ചെയ്യുമ്പോൾ ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ ഇല്ലാത്ത ചില കമ്പനികൾക്കും അതേപോലെയുള്ള സ്റ്റാർട്ടപ്പുകൾക്കും എല്ലാം തകർച്ച നേരിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നാൽ, റിലയൻസ് റീറ്റെയിൽ കമ്പനികൾ മാത്രമല്ല വാങ്ങിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ്, മറിച്ച് മീഡിയാസ് കമ്പനികളും അതിനകത്തുണ്ട്. 2013 റിലയൻസ് നെറ്റ്വർക്ക് 18 കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനാണ് തുടങ്ങുന്നത്. ഈ നെറ്റ്വർക്ക് 18 കീഴിൽ വളരെ വിപുലമായിട്ടുള്ള ചാനലുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് CNBC TV 18, CNN ന്യൂസ് 18, CNBC ആവാസ് തുടങ്ങിയ മുൻനിര ചാനലുകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. നെറ്റ്വർക്ക് 18 തന്നെ സബ്സിഡറി ആയിട്ടുള്ള വയാക്കോം 18 കീഴിൽ വരുന്ന കളേഴ്സ്, MTV, VH1 തുടങ്ങിയ ചാനലുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. നമ്മുടെ OTT പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള വൂട്ട്, ജിയോ സിനിമ തുടങ്ങിയവയെല്ലാം വയാക്കോം 18 അണ്ടറിൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കാം. ഇതൊന്നും കൂടാതെ റിലയൻസിന്റെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള റിലയൻസ് എന്റർടൈൻമെന്റ്സും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഏകദേശം 72ഓളം TV ചാനലുകളാണ് ഈ ശൃംഖലയിലുള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വ്യൂവർഷിപ്പ് ഒക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ ഒരു വലിയ സംഖ്യ നമുക്ക് മുന്നിലേക്ക് വരും. അപ്പോൾ അംബാനിയെ പോലെയുള്ള ഒരു ബിസിനസ് മാഗ്നറ്റ് ഇത്രയധികം ചാനലുകൾ സ്വന്തമാക്കുന്നത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ച് നോക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇന്ദിരാഗാന്ധി 1971 നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ഒരു കാലയളവിൽ KK ബിർളയുടെ ഹിന്ദുസ്ഥാൻ ടൈംസ് സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി ആർട്ടിക്കിളുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. മീഡിയയുടെ മുകളിൽ കോർപ്പറേറ്റ് കൺട്രോൾ വരുമ്പോൾ സാധാരണ സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഉദാഹരണമായിട്ട് നമുക്ക് ഈ സംഭവ വികാസങ്ങളെല്ലാം കണക്കാക്കാനായിട്ട് സാധിക്കും. തങ്ങളുടെ ബിസിനസ് വളരുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള സർക്കാരുകളുടെ ഭാഗത്തു നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നതിനാൽ അവർ പലപ്പോഴും മീഡിയയെ ഈ രീതിയിൽ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മറച്ചു വെക്കാൻ പാടില്ലാത്ത സത്യമാണ്. പലപ്പോഴും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ സ്വാധീനിക്കുന്ന ഇതുപോലെയുള്ള വലിയ കമ്പനികളെ നാഷണൽ ചാമ്പ്യൻസ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ച് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത്തരം സ്വാധീനം കൊണ്ട് നമ്മുടെ ഇക്കോണമിക്കും ഡെമോക്രസിക്കും ഒരു കാരണവശാലും കോട്ടം സംഭവിക്കാൻ പാടില്ല എന്നതുകൂടി പരിഗണിക്കേണ്ട ഒരു വസ്തുതയാണ്. മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈവശമുള്ള പണവും അധികാരവും രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്, മറിച്ച് ജനാധിപത്യത്തെ തന്നെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടാകരുത് എന്നത് കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റിലയൻസിനെ നാഷണൽ ചാമ്പ്യൻസ് എന്ന ആധികാരികമായിട്ട് ആലങ്കാരിക പദം കൊണ്ടൊക്കെ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അതിന്റെ രാജ്യത്തിലെ ആക്ടിവിറ്റികളെ പറ്റി കൂടി കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കൂടി ഇതിന്റെ കൂടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അംബാനി കുടുംബം ഇന്ത്യയിൽ വലിയ ഒരു വ്യാവസായിക ശക്തിയായി വളർന്നു വന്നതിന്റെ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്. വളരെ ലളിതമായ രീതിയിൽ തന്നെ അത് വിശദീകരിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അംബാനിയെ പോലെ തന്നെ ഹോട്ട് ടോപ്പിക്കുകളാണ് നീരവ് മോദിയും വിജയ് മല്യയും. അവരുടെ തട്ടിപ്പിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വീഡിയോ കൂടി നിർമ്മിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിന്റെ രൂപത്തിൽ അറിയിക്കുക. അതിനോടൊപ്പം തന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു signing off.